Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. പ്രിയപ്പെട്ട ഹാജിമാരെ, സഹോദരികളെ, സഹോദരങ്ങളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിംഗാണ് ഇന്ന് നാം 10ാമത്തെ ഈ ഹൽഖയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. യൗമു അറഫ. യൗമു അറഫ എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നേടിയെടുക്കുവാൻ പറ്റുന്നതും സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ആ ദിവസത്തിൻ്റെ മഹത്വം അനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ മുഴുവൻ പാപങ്ങളും വരാനുള്ളതും കഴിഞ്ഞു പോയതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്നതുമായ പവിത്രമായ ദിവസമാകുന്നു അറഫ എന്ന് പറയുന്നത്. ഇത് ദുൽഹജ്ജ് 9-നാകുന്നു. ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 9-ൻ്റെ അന്ന് അറഫയിൽ അല്പസമയമെങ്കിലും കഴിച്ചു കൂട്ടിയിട്ടില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജ് ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല. അതിന് പകരമായി മറ്റെന്തെങ്കിലും പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് പകരം വീട്ടുവാനും ഒരിക്കലും സാധ്യമല്ല. അതിനാൽ തന്നെ വളരെ പ്രധാനമാണ്. ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ നരകാഗ്നിയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്നത് അറഫ ദിവസമാകുന്നു എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിടവാങ്ങൽ പ്രസംഗം നിർവഹിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ ദീൻ ഇവിടെ വെച്ച് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രസംഗവും പ്രവാചകൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചതും ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതും ദുൽഹജ്ജ് മാസത്തിലെ അറഫ ദിവസത്തിലായിരുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും വിസ്മരിക്കുവാൻ പാടില്ല. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മഹത്തായ ആ സുദിനത്തിൽ എന്താണ് നമുക്ക് നിർവഹിക്കാനുള്ളത്? ഹജ്ജിൻ്റെ റുക്നായ, ഹജ്ജിൻ്റെ നിർബന്ധ ഘടകമായി നിശ്ചയിച്ച ആ അറഫയിലേക്ക് ദുഹർ നമസ്കരിച്ച ഉടനെ അറഫയിലേക്ക് സർവ്വഹാജികളും പുറപ്പെടേണ്ടതാണ്. അറഫയുടെ തൊട്ട് മുമ്പുള്ള മസ്ജിദുൻ നമിറ ഉൾക്കൊള്ളുന്ന ആ വാദിയിൽ ദുഹറിൻ്റെ മുമ്പ് നമ്മൾ എത്തുകയും അവിടെ വെച്ചുകൊണ്ട് ദുഹർ വരെ കഴിച്ചു കൂട്ടുക. പള്ളിയിൽ കഴിച്ചു കൂട്ടലും സുന്നത്താണ്. പക്ഷേ ആ അറഫയുടെ അടുക്കലുള്ള പള്ളിയിൽ നമസ്കാരം നിർവഹിക്കുന്നതിനും ആരാധനകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന 10,000-ങ്ങളിൽ ഒരാളായിരിക്കാൻ നമുക്ക് സാധിച്ചേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പള്ളിയുടെ പകുതിയും അറഫ എന്ന് പറയുന്ന മൈതാനിക്ക് പുറത്താകുന്നു. അറഫയുടെ ബോർഡറിൻ്റെ അകത്തല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അറഫയിൽ സമ്മേളിക്കാൻ പോകുന്ന ആളുകൾ തൻ്റെ അറഫ എന്ന് പറയുന്ന ബോർഡർ അത് നോക്കി മനസ്സിലാക്കുകയും ആ ബോർഡറിൻ്റെ അകത്ത് തന്നെ കഴിച്ചു കൂട്ടുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അറഫയിൽ നിൽക്കുക എന്നതിൻ്റെ ആ പരാമർശത്തിൽ അറഫയിലെത്തിയാൽ പിന്നെ ഇരിക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല, നിൽക്കുക തന്നെ വേണമെന്ന ഒരു ചിന്ത പൊതുവെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. പക്ഷേ അറഫയിൽ കഴിയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം ലുഹറിൻ്റെ തൊട്ട് മുമ്പ് സവാല് മുതൽ, ലുഹർ നമസ്കാരത്തിൻ്റെ സമയമായത് മുതൽ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ അറഫയിൽ കഴിയേണ്ടതിൻ്റെ സമയം ആരംഭിക്കുന്നു. അത് സൂര്യാസ്തമാനം വരെയുമാണ് അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായ, ഏറ്റവും ശ്രേഷ്ഠമായ സമയം. എന്നാൽ ആ രാത്രിയിലും ഫജ്ർ വരെ, അഥവാ ദുൽഹജ്ജ് 10-ൻ്റെ ഫജ്ർ അതുവരെയും അവിടെ കഴിയുന്നതിന് വിരോധമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഏതാനും മിനിറ്റുകളെങ്കിലും അറഫ മൈതാനത്ത് നിർബന്ധമായും ഹാജി ദുൽഹജ്ജ് 9-ന് കഴിയേണ്ടതുണ്ട്. അവിടെ ദുൽഹജ്ജ് നമ്മൾ മിനയിൽ ചെയ്തതുപോലെയല്ല. ളുഹറും അസറും
ദുഹറിൻ്റെ കൂടെ ജമാഅത്ത് തഖദീമാക്കി നമ്മൾ നമസ്കാരം ഖസറാക്കി നമസ്കാരം നിർവഹിക്കുന്നു. എന്തിനാണത്? അവിടെ പ്രവാചകൻ ദുഹറിന് മുതൽ സൂര്യാസ്തമയം വരെയും പ്രവാചക തിരുമേനി തൻ്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ച പരിശുദ്ധമായ മൈതാനമാണ് അറഫ. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളും അറഫ മൈതാനത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ വ്യാമോഹങ്ങളും ആഗ്രഹങ്ങളും മുഴുവൻ റബ്ബിലേക്ക് സമർപ്പിക്കുവാനുള്ള സമയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ മന്ത്രമറിയുന്ന റബ്ബിനോട് നമ്മുടെ ഭാഷയിൽ റബ്ബിനോട് നിരന്തരം നാം ദുആ ഇരക്കുക. അറഫ മൈതാനിയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ചെകുത്താൻ അല്ലാഹുവിനെ ആരാധിക്കുന്ന കോടാനക്കോടി ലക്ഷോപലക്ഷം ആളുകൾ അറഫയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോടികളായ മുസ്ലിം സഹോദരങ്ങളും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൽ വ്യാപൃതരാകുന്ന ഒരു ദിവസം എന്ന നിലയിൽ അറഫ ദിവസത്തിൽ ചെകുത്താൻ തൻ്റെ തലയിൽ മണ്ണ് വാരിയിട്ട് ഓടുന്ന ദിവസമാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറഫയിലുള്ളവരും നിരന്തരം പ്രാർത്ഥിക്കുക. അറഫ മൈതാനിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതായിരുന്നു. ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക, ചൊല്ലിക്കൊണ്ടിരിക്കുക. അറഫയുടെ ബോർഡറിൻ്റെ അപ്പുറത്തായി നാം നിൽക്കുകയോ, അറഫ എന്ന് പറഞ്ഞാൽ അങ്ങകലെയുള്ള ആ മലയിൽ കയറി നിൽക്കലോ ആണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ബോർഡറിൻ്റെ പുറത്തു പോയി നമ്മൾ അറഫയിൽ കഴിച്ചു കൂട്ടിയാൽ അത് അറഫ നിർവഹിച്ചതിന് തുല്യമാവുകയില്ല. അതവൻ്റെ ആ അറഫ ദിവസം വെറുതെ പാഴാക്കപ്പെടും. അതിനാൽ തന്നെ അറഫയിൽ തന്നെയാണ് നാം കഴിയുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ അറഫ ദിവസത്തിൽ ഒരിക്കലും തന്നെ ഒരു ഹാജിയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം തന്നെ പുഷ്യം നമുക്കുണ്ടായാലും നമ്മുടെ ഹംലകളുടെ ഭാഗത്ത് നിന്നായാൽ പോലും ഒരിക്കലും തന്നെ സൂര്യാസ്തമാനത്തിൻ്റെ മുമ്പ് അറഫ വിട്ട് മുസ്ദലിഫയിലേക്ക് നീങ്ങുവാൻ ഹാജിക്ക് അനുവാദമില്ല. മുസ്ദലിഫയിലേക്ക് നീങ്ങണമെങ്കിൽ അറഫ ദിവസത്തിൽ നമ്മൾ സൂര്യൻ അസ്തമിക്കുക തന്നെ ചെയ്യണം. അസ്തമിച്ചതിന് ശേഷം അസറിന് ശേഷം സൂര്യാസ്തമയം വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ആ മഹനീയമായ അനുഗ്രഹീതമായ സെക്കൻഡുകൾ പരമാവധി വേണ്ടി ദുആകൾക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം എന്നുണർത്തുകയാണ്. അറഫയിലും ഒരുപാട് വേണ്ടാത്തരങ്ങൾ കാണും. അറഫയിൽ ആളുകൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കാറുള്ളത് നന്നായി ഉച്ചഭക്ഷണം കഴിച്ച് വൈകുന്നേരം വരെ കിടന്നുറങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ അറഫ മൈതാനത്ത് വിതരണം ചെയ്യുന്ന ഫ്രീ ഫുഡ് ലഭിക്കുന്നതിന് വേണ്ടി കേസുകൾ എടുത്ത് ചുറ്റിക്കറങ്ങുന്ന ആളുകളുണ്ട്. ഇതിനൊന്നുമല്ല ഹാജിമാർ വീട് വിട്ട് ലക്ഷങ്ങൾ ചെലവാക്കി ക്ഷീണവും പ്രയാസവും സഹിച്ച് അറഫയിലെത്തിയത് അള്ളാഹുവുമായി നേർക്കുനേരെ സംഭാഷണം നടത്തുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിനോട് തൻ്റെ പ്രയാസങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. പാപങ്ങളിൽ നിന്ന് പരിതപിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിന് വേണ്ടിയാണ്. ഈ ബോധം നമുക്കുണ്ടാകണം. ഇങ്ങനെ അറഫയിൽ നാം കടിച്ചു കൂട്ടുക, പരമാവധി തൽബിയത്ത് ചൊല്ലുകയും അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക. അറഫ മൈതാനിയിൽ ദുഹറിൻ്റെ മുന്നോടനുബന്ധിച്ച് നടത്തുന്ന ഖുതുബ കേൾക്കുക, ആ ജമാഅത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം അവനവൻ്റെ ടെണ്ടുകളിൽ വെച്ച് അസറും ദുഹറും ജമ്മായി നമസ്കരിച്ച് പിന്നീട് വൈകുന്നേരം വരെ നിരന്തരം ദുആകളിൽ വ്യാപൃതരാവുക. ഇതാണ് അറഫയിൽ ഓരോ ഹാജിക്കും നിർവഹിക്കുവാനുള്ളത്. അറഫ മൈതാനിയിൽ സമ്മേളിക്കുവാനും ഹജ്ജ് നിർവഹിക്കുവാനും മബ്റൂറായ ഹജ്ജ് കർമ്മങ്ങളിൽ ഉൾപ്പെടാനും നമ്മൾ ദുആ ഇരക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.